ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഈസിയായി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാണോ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണോ, എല്ലാവരുടെയും നമുക്കിന്ന് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് വീഡിയോയാണ് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, എന്ത് വീഡിയോ ആണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ വീഡിയോയോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വീഡിയോയോട് കുറച്ച് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പേര് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ പേര് ഇപ്പോൾ എന്താണ്, നമ്മൾ യൂട്യൂബ് ചാനലിൽ പണ്ട് അവർ ഹെവൻ എന്നുള്ള പേര് കൊടുക്കാനായിരുന്നു ഇരുന്നത്. അപ്പോൾ ആ പേര് നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ ഓൾറെഡി ആ പേരുള്ള കുറേ ചാനലുകളുണ്ടായിരുന്നു, ഹെവൻ എന്നുള്ള പേര്. അതുകൊണ്ട് നമ്മൾ പേര് മാറ്റി നമ്മൾ രഞ്ജു എലിസബത്തിനാക്കി. അതുപോലെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേരെന്താണോ അത് നമ്മൾ യൂട്യൂബിൽ ഒന്ന് അടിച്ച് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. ഇങ്ങനൊരു പേര് വേറെ ചാനലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ ആ പേരൊന്ന് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. അതുപോലെ എന്ത് കണ്ടൻറ്റാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ കണ്ടൻറ്റ് നേരത്തെ നമ്മൾ ചിന്തിച്ച് വയ്ക്കുക. ഏറ്റവും വെറൈറ്റി കണ്ടൻറ്റൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതെല്ലാം നമ്മുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് എന്നൊക്കെ പുള്ളിക്കായിരിക്കും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു തരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ബാക്കിയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഹായ്, അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ജിമെയിൽ ഉണ്ടാക്കും. ഇപ്പോൾ XOY നമുക്ക് ജിമെയിൽ ഉണ്ടെങ്കിൽ ഒരാളാണെങ്കിൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ ID പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഓൾറെഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ആക്കാം. അതല്ല, നമ്മൾ പുതിയൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് പുതിയ ജിമെയിൽ ഉണ്ടാക്കി അതിന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അതിന് മൊബൈൽ നമ്പർ അറ്റാച്ച് ചെയ്തിട്ടാണ് പുതിയൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ. നമുക്ക് പുതിയ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പുതിയ ക്രിയേറ്റ് ചെയ്യാം ജിമെയിൽ ID. നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പല ജിമെയിൽ ഐഡീസും ജിമെയിൽ ആക്ടിവേഷൻ നടക്കില്ല. എന്ന് കഴിഞ്ഞാൽ ജിമെയിൽ ഒരു നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് വെച്ച് അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ലെറ്റേഴ്സ്, കുറേ ID അങ്ങനെ കുറേ എക്സാം കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ആദ്യം യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലുണ്ട്, അതെടുക്കുക. അതിൽ സ്വിച്ച് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, ജിമെയിൽ ID വേണോ എങ്ങനെ വേണമുള്ളത്. നമ്മൾ ജിമെയിലിൻ്റെ ID പാസ്വേഡ് കൊടുക്കരുത്. ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പേഴ്സണൽ യൂസ് ആണോ വർക്ക് യൂസ് ആണോ. അപ്പോൾ നമുക്ക് പേഴ്സണൽ യൂസ് ചെയ്യാം. നമുക്ക് യൂട്യൂബ് അക്കൗണ്ട് ആക്കാനാണല്ലോ, പേഴ്സണൽ യൂസ് കൊടുക്കുക. അതിന് നമ്മൾ ഇപ്പോൾ റഫായിട്ട് എനിക്ക് ഓൾറെഡി യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ റഫായിട്ടൊരു അക്കൗണ്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് കാണിച്ചിരുന്നു, ഡെമോ കാണിച്ചിരുന്നതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവാനിയ വാവ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് അടിക്കുക. അപ്പം അതിന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ, എന്താ ജെൻഡർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് അതിൻ്റെ താഴത്ത് നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇപ്പോൾ ജിമെയിൽ തന്നെ നമുക്ക് ജിമെയിൽ തന്നെ 3 ജിമെയിൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. നമുക്കിത് 3 ഏത് നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് ivaniyavav@gmail.com. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് അടിക്കുക. നമുക്കൊരു പാസ്വേഡ് വേണം. അപ്പോൾ നമ്മൾ പാസ്വേഡ് ലെറ്റേഴ്സ് മാത്രം കൊടുത്ത കാര്യമില്ല, നമ്പറും കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പാസ്വേഡ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ജെനുവിനായി, ivaniyavav@gmail.com. നെക്സ്റ്റ് അടിക്കുക. ഇത് യൂട്യൂബിൻ്റെ ഉണ്ടാക്കുമ്പോൾ ജിമെയിൽ ഉണ്ടാക്കുമ്പോൾ അവർ ക്രൈറ്റീരിയകളാണ്. അപ്പോൾ നമ്മളിത് എഗ്രി ചെയ്ത് കളയുക. ഇതാണ് നമ്മുടെ ഇവാനിയ എന്നുള്ള ഇമെയിൽ ഓപ്പണായി, യൂട്യൂബ് അക്കൗണ്ട് ഓപ്പണായി. ഇപ്പോൾ ഒന്നുമില്ല ആ അക്കൗണ്ടിൽ.
എന്നുവെച്ചാൽ നമ്മൾ പുതിയ യൂട്യൂബ് അക്കൗണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നേന്ന് മുതൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ അക്കൗണ്ട് ഈ മാത്രമേ ഉള്ളൂ. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എടുത്ത് എന്തൊക്കെ ചേഞ്ച് ചെയ്യണോ അതെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് പിക്ചർ ആദ്യം കൊടുക്കുക. നമ്മുടെ ഗൂഗിളിൽ എന്താണുള്ളത് ആ ഇമേജ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു റഫായിട്ടൊരു ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലി പിക്കാണ്. ആ ഇമേജ് ഒന്ന് ഓപ്പൺ ആയി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഗൂഗിളിൽ യൂട്യൂബിൽ ആ ഇമേജ് അവർ പ്രൊഫൈൽ പിക്കറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. ഏറ്റവും അടിയിൽ ക്രിയേറ്റ് ചാനൽ ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ സ്ക്രീൻ കാണിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ അയച്ചു തരിക. അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് ഫോണിൽ ബാക്കിലായിട്ട് എടുത്ത് വീഡിയോ ഇടേണ്ട വന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ, ബൈ ബൈ.